ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, അട്ടപ്പാടി ഷഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. ദൈവം അളന്നല്ല തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്. God does not ration the gift of his spirit. ദൈവം അളന്നല്ല തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്. കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങനെ ഞങ്ങൾ ഒന്നു ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും നന്നാടുന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, യേശു ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ പോകുന്ന ഓരോ മക്കളുടെ മേലും അങ്ങ് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, കരുത്ത് നൽകണമേ, ബലം നൽകണമേ. യേശുവേ, പരിശുദ്ധാത്മാവിനെ ധാരാളം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അപരന് വേണ്ടി നിലവിളിക്കുക എന്നതാണ്. അപരന് വേണ്ടി നിലവിളിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ചിന്തിച്ചു നോക്കുക, അപരന് വേണ്ടി, നമുക്ക് രക്തബന്ധമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ വൃണതമാക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ വൃണതമാക്കുന്നു. ഫോർ ദ വൂണ്ട് ഓഫ് ദ ഡോട്ടർ ഓഫ് മൈ പീപ്പിൾ മൈ ഹാർട്ട് ഈസ് വൂണ്ടഡ്. ജെറമ്യാ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ വൃണതമാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപരന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കണം. ഈ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ള വ്യക്തികളുടെ മുറിവ്, ജനത്തിൻ്റെ മുറിവ്, അയൽപ്പക്കക്കാരൻ്റെ മുറിവ്, അയൽപ്പക്കക്കാരൻ്റെ കുടുംബജീവിതത്തിലെ തകർച്ച, അതിൻ്റെ വേദനകൾ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ, മറ്റുള്ള തിന്മകളുടെ അടിമത്തത്തിൽ കഴിയുന്നതിൻ്റെ ആ ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ കുറച്ചെങ്കിലുമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയാലേ നമ്മൾ അപരന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ നന്ദി പറയുമായിരിക്കും. ഓ ദൈവമേ, അയൽപ്പക്കത്തെ വീട്ടിലെ ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ട്, എനിക്ക് ക്യാൻസർ വന്നില്ലല്ലോ, നിനക്ക് നന്ദി. അല്ലെങ്കിൽ അവരുടെ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കരമായ കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥയും തെറിവിളിയും ഒക്കെയാണ്, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷമുണ്ടല്ലോ, നന്ദി. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും ഓരോ മകളോടും പറയുന്ന കാര്യം ഇതാണ്: നീ അപരന് വേണ്ടി നിലവിളിക്കുക, അപരന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന, ഒരു ഭാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവൻ്റെ ആ വേദനയും തകർച്ചയും കഷ്ടപ്പാടും കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന, ആ വേദന അതിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങിപ്പോകരുത്. ആ വേദന ഒരു പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടണം. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് അങ്ങോട്ട് ഉയരണം. അതൊരു ദൈവസന്നിധിയിൽ ഒരു നിലവിളിയായിട്ട് അങ്ങോട്ട് ഉയരണം. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ശക്തമായിട്ട് പ്രവേശിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അച്ഛൻ UK
ബർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. UK-യിൽ ഓൾ ഓവർ UK-യിൽ കർത്താവിൻ്റെ കരുണയുടെ ശുശ്രൂഷയുണ്ട്, എങ്കിലും പ്രധാനമായിട്ടും ബർമിംഗ്ഹാമിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ സഹായിക്കുന്ന ഷാജിയുടെയും ഷാൻഡിയുടെയും കുടുംബത്തിൽ സംഭവിച്ച ഒരു സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവർക്ക് 5 മക്കളെ നൽകിയിട്ടുണ്ട്. അവർ പ്രാർത്ഥന നല്ല വളർച്ച പ്രാപിച്ച ഒരു കുടുംബമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ മനസ്സിലാക്കി അവരുടെ അയൽപ്പക്കത്തുള്ള വേറൊരു മലയാളി കുടുംബത്തിൽ വലിയൊരു തകർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ കുടുംബത്തിലെ കുടുംബനാഥന് ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു വിസയാണ് അടിച്ചിട്ടുള്ളത്. ജോലി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട്, ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഈ വിഷമം കാരണം അയാൾ മദ്യപാനം ആരംഭിച്ചു. മദ്യപാനത്തിലൂടെ അതിനേക്കാൾ വലിയ നാശം. അതോടൊപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ചെറിയൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ. ഇതെല്ലാം കൊണ്ട് ആ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, എല്ലാം കൊണ്ടും തകർച്ചയ്ക്ക് മേൽ തകർച്ച ആ കുടുംബത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷാജിയും ഷാൻഡിയും ആ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കി. അവരെന്ത് ചെയ്തു? അവരൊരു കാര്യം തീരുമാനിച്ചു. ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രാർത്ഥന അഭിഷേകം ദൈവം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല മക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവം നല്ല കുടുംബസമാധാനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ മാത്രം സംതൃപ്തിപ്പെട്ടിരുന്നാൽ പോരാ. അതൊന്നുമില്ലാതെ തകർച്ചയിൽ കഴിയുന്ന, സങ്കടത്തിൽ കഴിയുന്ന ആ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു അഭിഷേകം ദൈവം അവർക്ക് നൽകി. ജെറമ്യ 8:21 പറയുന്നത് പോലെ, എൻ്റെ ജനത്തിൻ്റെ വേദന എൻ്റെ ഹൃദയത്തെ വ്രണതമാക്കുന്നു. ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ആ ഒരു വേദന, ആ ഒരു വ്രണം, സങ്കടം അവർക്ക് അനുഭവപ്പെട്ടു. അവർ തീരുമാനിച്ചു ഇങ്ങനെയാണ്: വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കാം. പ്രിയപ്പെട്ട ഷാജിയും ഷാൻഡിയും വെളുപ്പിനെ 3 മണിക്ക് ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവർക്ക് യാതൊരു രക്തബന്ധവുമില്ല, അവരുടെ വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും അല്ല. പക്ഷെ അവർ മനസ്സിലാക്കി അവരുടെ അടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ തകർച്ച. അവർ മുട്ടുകുത്തി 3 മണിക്ക് ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് നിലവിളിച്ചു. ആ കുടുംബത്തിന്റെ കണ്ണീര്, ആ കുടുംബത്തിന്റെ തകർച്ച, ആ കുടുംബത്തിന്റെ സങ്കടം അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് അങ്ങോട്ട് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും കൂടെ കണ്ണുനീരൊഴുക്കി ആ മറ്റുള്ള കുടുംബത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ആ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിലേക്ക് എത്തി. ഒരു ദിവസം ഭാര്യ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചു. ഭർത്താവ് വരുന്നില്ല, താല്പര്യമില്ല. ഭാര്യ ഏതായാലും പോയി ധ്യാനം ഒന്ന് കൂടിയേക്കാം. അങ്ങനെ 2-ാം ശനിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹോദരി വരികയാണ്. സഹോദരി വന്ന് വചനം കേട്ട് നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് യേശുക്രിസ്തുവിനെ മനസ്സ് നുറുങ്ങി ആരാധിച്ചു. കുർബാനയുടെ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാരവും സങ്കടവും കണ്ണീരും വിഷമവും എല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക്, കാശായിലേക്കും പീലാസാലേക്കും ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിൽ ചെന്നപ്പോൾ ആ സ്ത്രീ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവർ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? തിരി കത്തിച്ചു വെച്ച് മുട്ടുകുത്തി യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭർത്താവ്. അനേക കാലങ്ങളായി മദ്യപാനത്തിന് അടിമപ്പെട്ട് ഒരു പ്രാർത്ഥന പോലും വേണ്ടാന്ന് വെച്ചിരുന്ന വ്യക്തി ഇതാ മുട്ടുകുത്തി യേശുവിനെ വിളിക്കുന്നു. ഭാര്യനെ കണ്ടപ്പോൾ അയാൾ ഓടിച്ചെന്ന് പറഞ്ഞു, എടീ, എനിക്ക് ഒരുപാട് തെറ്റുപറ്റി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഞാൻ ഒരുപാട് മദ്യപിച്ചു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല. നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. നോക്കൂ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വേറൊരു കുടുംബം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നിലവിളിച്ചപ്പോ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ആ കുടുംബത്തെ വിട്ടുവയ്ക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മറ്റുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന വലിയ തകർച്ചകൾ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നീ പ്രാർത്ഥനയായിട്ട് സ്വർഗത്തിലെ തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തുന്നുണ്ടോ? ആ പ്രാർത്ഥന എത്രമാത്രം കാലം നീ അതിൽ ആവർത്തിച്ച് നിൽക്കുന്നു? അതോ കുറച്ചു കാലം പ്രാർത്ഥിക്കുന്നു, അല്ലെ 1-2 ദിവസം പ്രാർത്ഥിക്കുന്നു, നിർത്തുകയാണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നിന്നോട് ചോദിക്കുകയാണ്, അപരനു വേണ്ടി നിലവിളിക്കുക, അപരനു വേണ്ടി കർത്തൃസന്നിധിയിൽ നിലവിളിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേൽക്കുക.
ഉറക്കെ നിലവിളിക്കുക. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഉറക്കെ നിലവിളിക്കണമെങ്കിൽ രാത്രിയിൽ പാപം ചെയ്യുന്ന അനേകരെ കുറിച്ചുള്ളൊരു വേദന നമ്മുടെ ഹൃദയത്തെ വ്രണതമാക്കണം. രാത്രിയിൽ നൈറ്റ് ക്ലബിൽ പോകുകയും പലതരം പാപക്കൂത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന അനേക ആളുകളെക്കുറിച്ചുള്ള ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ ഉയരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിലവിളിക്കും. ഒരിക്കൽ ഞാനൊരു സഹോദരനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു പട്ടണത്തിൽ താമസിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, രാത്രിയിലാണ് ഞങ്ങളുടെ പട്ടണത്തിൽ ആൾക്കാർ സേറ്റൻ വേർഷിപ്പിന് പോകുന്നത്. ആൾക്കാർ അന്നാണ് അശുദ്ധ തിന്മകൾ, പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നത്. രാത്രികാലത്ത് പ്രത്യേക പൂജ നടത്തുന്ന പ്രത്യേക ചില വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, രാത്രി കാലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, ജാഗരണ പ്രാർത്ഥനയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാരണം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പട്ടണങ്ങളിലും പട്ടണത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ, സുഖങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ പാപം വർദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. നിനിവെ പട്ടണം വളർന്നപ്പോൾ പട്ടണത്തോടൊപ്പം പാപം വളർന്നു. ദൈവം യോനായെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഓരോ പട്ടണത്തിലും നമ്മളെ അയച്ചതിൻ്റെ കാരണം ഒരുപക്ഷെ ആ പട്ടണത്തിലുള്ള പാപത്തിനെതിരെ ചില രാത്രികളിൽ ഉണർന്നിരുന്ന് ദൈവമേ എന്ന് നിലവിളിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ അതുകൊണ്ടാണ് പറയുന്നത്, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ നീ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, കാലുകളിൽ ചുംബനം നൽകി, എന്നിട്ട് കരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാന വെച്ചു കൊടുത്തു. ബൈബിൾ തുറന്നു പറയുകയാണ്, അപ്പോൾ യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടൻ തന്നെ അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യോഹന്നാൻ 13:30. അപ്പോൾ രാത്രിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ പല പ്രവൃത്തികളും ഈ രാത്രിയിലാണ് നടക്കുന്നത്. പലതരത്തിലുള്ള മാരകമായ തിന്മകൾ രാത്രി അരങ്ങേറുകയാണ്. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോടും കൂട്ടരോടും പറഞ്ഞത്, 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ നിനക്ക് ഉണർന്നിരുന്നുകൂടെ? 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? പ്രിയപ്പെട്ടവരെ, രാത്രികാലങ്ങളിൽ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് പട്ടണത്തിൽ വളരുന്ന പാപങ്ങൾക്കെതിരെ, ഗ്രാമങ്ങളിൽ പെരുകുന്ന തിന്മകൾക്കെതിരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കാൻ പരിശുദ്ധാത്മാവ് അനേകം ആളുകളെ അഭിഷേകം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യുവതിവാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട യുവാവേ, യുവതി, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ, നിന്റെ യൂണിവേഴ്സിറ്റിയിൽ പാപം പെരുകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വചനമാണ്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ നീ എഴുന്നേൽക്കണം, നീ ഉറക്കം നിലവിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇംഗ്ലണ്ടിൽ ഊസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൃപയുള്ള മലയാളികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവരെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും രക്ഷകനായ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയും സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. പലരും ടി വിക്ക് അഡിക്റ്റഡ് ആയിരുന്നു, അവരത് ഉപേക്ഷിച്ചു. പലരും പലതരത്തിലുള്ള മ്യൂസിക്കിന് അഡിക്റ്റഡ് ആയിരുന്നു, അവരത് ഉപേക്ഷിച്ചു. ഒരു ഗോഡ് അഡിക്ഷൻ അവർക്ക് പലർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ആത്മീയ ശുശ്രൂഷയുടെ നൽകി. പരിശുദ്ധാത്മാവിൻ്റെ സൗന്ദര്യവും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഈ മക്കൾ അനുഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, അവരുടെ കൂടെ പഠിക്കുന്ന 100 കണക്കിന് കുട്ടികൾക്ക് ഇത് അറിയത്തില്ല. ദൈവമില്ല എന്ന് പോലും പറഞ്ഞ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന ആളുകൾക്ക് ഇടയിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അവർക്ക് മനസ്സിലായി ഒരു മരുന്നുണ്ട്. എന്താ? രാത്രിയിൽ ഉണർന്ന് ഉറക്കെ നിലവിളിക്കുക. അവർ തീരുമാനിച്ചു, നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്കൂളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിനെ അറിയാതെ, യേശു ക്രിസ്തുവിനെ പഴിച്ചു നടക്കുന്ന, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റാത്ത നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, രാത്രി അവർ ഉറങ്ങും. പക്ഷേ വെളുപ്പിനെ 3 മണിയാകുമ്പം അതിൽ പല കുട്ടികളും എഴുന്നേൽക്കും. അവർ ടൈം പീസ് വെച്ച് എഴുന്നേൽക്കും. ഒരു കൂട്ടായ്മയായി അവർ എഴുന്നേൽക്കും. 3 മണിയാകുമ്പോൾ ആ മക്കൾ എഴുന്നേറ്റ് ആ മക്കൾ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തും. അവർ ദൈവത്തെ വിളിക്കും. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ അവർ ഹൃദയം നുറുങ്ങി വിളിക്കും. ആ കുട്ടികൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ സ്കൂളിനെ കുറിച്ചുള്ള വേദനകളെല്ലാം അങ്ങോട്ട് ഉയർത്തും. എന്നിട്ട് കണ്ണുനീരോടെ അവരങ്ങോട്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കുറച്ച് മാസങ്ങൾ ആ മക്കൾ പ്രാർത്ഥിച്ചു. അവരുടെ ഹൃദയത്തിൽ സ്നേഹം വളർന്നു. ജെറമ്യാ പറയുന്നത് പോലെ, എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെ വ്രണതമാക്കുന്നു. ആ കുട്ടികൾക്ക്
അവരുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പാപത്തിൻ്റെ ആ ഭയാനകത മനസ്സിലായി അവരുടെ ഹൃദയത്തിന് മുറിവേറ്റും. അവർ ദൈവസന്നിധിയിലേക്ക് അത് പ്രാർത്ഥനയായിട്ട് സമർപ്പിച്ചു. ഏതാനും മാസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളിലുള്ള ചേഞ്ച് കണ്ടപ്പം, ഈ കുട്ടികളുടെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാർക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കുട്ടികൾ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം നമുക്ക് വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് അവർ കൊന്തയെടുത്തിട്ട് അവർ കൂട്ടുകാരെ വിളിച്ചു, ഞങ്ങളൊരു പ്രാർത്ഥന ചെല്ലാൻ പോവുക, നിങ്ങൾ വരുന്നോ? അവർ കളിയാക്കിയിട്ട് അവർ പോയി. പക്ഷേ കുട്ടികൾ, ഈ ബൂസ്റ്ററിലുള്ള വിശുദ്ധരായ കുഞ്ഞുങ്ങൾ, അവർ മടി കാണിച്ചില്ല. അവർ പ്രാർത്ഥനയുടെ അളവ് കൂട്ടി, അവർ ഉപവാസത്തിൻ്റെ അളവ് കൂട്ടി. ഒരു ദിവസം അവരുടെ ചില കൂട്ടുകാർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്നാ ചെയ്യുന്നത്? അവർ പറഞ്ഞു, വി ആർ പ്രേയിങ് ഫോർ യു, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് അവരെ പെട്ടെന്ന് അങ്ങോട്ട് സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, 1-2 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് കുട്ടികൾ, ബ്രിട്ടീഷ് കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ 20ഓളം ബ്രിട്ടീഷ് കുട്ടികൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് വരും. ഇവരുടെ ആ കണ്ണീരും പ്രാർത്ഥനകളും സ്വർഗം കണ്ട് ഇപ്പോൾ സംഭവിച്ച കാര്യം എന്തറിയാമോ? അവിടുത്തെ പ്രിൻസിപ്പാൾ നമ്മുടെ ശുശ്രൂഷ ടീമിനെ വിളിച്ച് ചോദിച്ചു, വലിയൊരു മാറ്റം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട്, ഞങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിൽ അതുപോലെ മാറ്റം ഉണ്ടാകണം. ഞങ്ങൾ ബാക്കിയുള്ള ബ്രിട്ടീഷ് കുട്ടികൾ ആ യേശുവിനെ അറിയണം, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിച്ചാൽ ദൈവത്തിൻ്റെ കർണപുടങ്ങളിൽ നിലവിളിയെത്തി അത്ഭുതങ്ങൾ സംഭവിക്കും, വ്യത്യാസങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. എത്രമാത്രം തകർന്ന സൊസൈറ്റി ആണെങ്കിലും, തകർന്ന യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥകളാണെങ്കിലും, തകർന്ന കുടുംബങ്ങളാണെങ്കിലും, രാത്രികാലത്ത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഏതാനും പേരൊരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യത്തിന് സംശയമില്ല. യേശുവിൻ്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ്. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നുണ്ടല്ലോ, മക്കളൊക്കെ മെഡിസിന് പഠിക്കുന്നു, എഞ്ചിനീയർ പഠിക്കുന്നു, വേറെ സ്ഥലത്താണല്ലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നീ വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ എന്ന് പറഞ്ഞതുപോലെ വളരെ വളരെ ശ്രദ്ധിച്ച് ജാഗരൂകതയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആത്മാവിനെ പിശാച് തട്ടിക്കൊണ്ടുപോകുമെന്ന കാര്യത്തിന് സംശയമില്ല. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ചിലരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മക്കളെക്കുറിച്ച് ചില സംശയങ്ങളോ സങ്കടങ്ങളോ വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണരണം. രാത്രികാലത്ത് ഉണർന്ന് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി, അവരുടെ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ UK-യിലത്തെ ചില അവസ്ഥ കേട്ടാൽ നമുക്ക് സങ്കടം വരും. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് രാത്രിയിൽ പബ്ബിലും ബാറിലും പോകാൻ വേണ്ടി കോളേജ് അധികൃതർ തന്നെ ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആണും പെണ്ണും ഒരുമിച്ച് പബ്ബിൽ പോയി രാത്രിയിൽ കുടിച്ചു മറിഞ്ഞ് വെളുപ്പിനെ എഴുന്നേറ്റ് വന്നേച്ചാൽ മതി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ അങ്ങോട്ട് അധപതിച്ചത്? ഒരു കാരണം ഇതാണ്, പ്രാർത്ഥിക്കാൻ ആളില്ല, അവരന് വേണ്ടി നിലവിളിക്കാൻ ആളുകളില്ല. എല്ലാവർക്കും അവനവൻ്റെ സുഖമാണ്, അവനവനിസം, സ്വന്തം സുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ലോകത്തിലേക്ക് വന്നത് വലിയ പ്രകാശം നൽകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ലോകത്തിലേക്ക് ഒന്ന് പ്രകാശം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ യേശുവിൻ്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ഇടവകയിലും, നമ്മുടെ കൂട്ടായ്മകളിലും, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലും കോളേജിലെല്ലാം അലയടിക്കണമെങ്കിൽ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരണം. എല്ലാ രാത്രിയുമാണെന്ന് അച്ഛൻ പറയുന്നില്ല, ചില രാത്രികളിലെങ്കിലും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഉണരണം, യേശുവേ എന്ന് വിളിക്കണം. തകർന്നു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരയണം, നിലവിളിക്കണം. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ നിന്റെ നിലവിളി എത്തണം. നിന്റെ മക്കൾക്ക് വേണ്ടി മാത്രം പോരാ, അതിനേക്കാൾ അപ്പുറത്ത് അവരന് വേണ്ടിയുള്ള നിലവിളി. ആ നിലവിളി കണ്ട് കേട്ട് സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറ, യേശുവിൻ്റെ ആത്മാവേ, എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന കൃപകൾ കൂട്ടിത്തരണം. എനിക്ക് രാത്രിയിൽ ഉണർന്ന് നിലവിളിക്കാൻ കൃപ തരണം. കർത്താവേ, രാത്രികാലത്ത് ഉറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. ചില മണിക്കൂറെങ്കിൽ ആ സുഖം മാറ്റിവെച്ച് പാപത്തിന്റെ സുഖത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പരിഹാര ബലിയായി എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തുന്നു കർത്താവേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ വചനസദ്യയിൽ പങ്കെടുക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. ടച്ച് ദം ഹോളി സ്പിരിറ്റ്. പിതാവേ, പുത്രന്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വെച്ച് അടിയങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും അപരന് വേണ്ടി നിലവിളിക്കാനുള്ള ഒരു പുതിയൊരു കൃപ അങ്ങ് തുറന്നു തരണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നും വലിയ പ്രകാശത്തിന്റെ കതിരുകൾ നമ്മുടെ ഓരോ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ഒരു വലിയൊരു സ്നേഹം, പ്രത്യേകിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച്, ഓ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മരവിപ്പ്, മന്നിപ്പ്, ഇതൊക്കെ മതി, എന്തിനധികം പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം മാറ്റി ഒരു വലിയൊരു ഉണർവ് ഞങ്ങൾക്ക് നൽകണമേ, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയെ സ്നേഹിക്കാനും അങ്ങയെ ആരാധിക്കാനും അങ്ങയോട് പ്രാർത്ഥിക്കാനെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ, ശക്തിപ്പെടുത്തണമേ. തുറക്കപ്പെടട്ടെ ഹൃദയങ്ങൾ, തുറക്കപ്പെടട്ടെ ഹൃദയങ്ങൾ, തുറക്കപ്പെടട്ടെ മനസ്സ്, തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയൊരു ഡെലിവറൻസ് പ്രെയർ ചൊല്ലി നമ്മുടെ കുടുംബങ്ങളിലുള്ള തിന്മകളുടെ സ്വാധീന ശക്തികൾ പ്രാർത്ഥിക്കാനും യേശുവിനെ ആരാധിക്കാനും നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന, തലമുറയെ തടസ്സപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങൾ വിട്ടുമാറി പോകാൻ വേണ്ടി യേശുവിന്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ച്, ഓ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എളിമയോടും വിനയത്തോടും കൂടെ പ്രാർത്ഥിക്കുക. അവനിവിടെ ഉണ്ട്, അസാധ്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര അത്ഭുതങ്ങൾ അവൻ ചെയ്തു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന നടത്തിയപ്പോൾ എത്ര അത്ഭുതങ്ങൾ അവൻ ചെയ്തു. അതേ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. അവിടത്തേക്ക് പറ്റും. കർത്താവേ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു, ഓരോ കുട്ടികളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത യുവതിവാക്കന്മാരെ അങ്ങേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. യേശുവിനെ ആരാധിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളുടെ സ്വാധീനത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. ചീത്ത കൂട്ടുകെട്ടിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഓ കർത്താവേ, അങ്ങനെ മഹത്വപ്പെടുത്താൻ തടസ്സപ്പെടുത്തുന്ന കുറ്റം പറച്ചിലിന്റെയും നിഷേധാത്മക ചിന്തകളുടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മുൻബുദ്ധികളുടെയും കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ഈ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ യേശുവേ, യേശുവേ, യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് അവിടുത്തെ ആരാധിക്കട്ടെ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ആശീർവദിക്കുമ്പോൾ അങ്ങയുടെ മക്കളിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ പൊട്ടിത്തകരട്ടെ, ദൈവശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിനെ ആരാധിക്കാനും സ്നേഹിക്കാനും യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള സ്വർഗത്തിന്റെ അഭിഷേകം എല്ലാവരിലേക്കും ഇപ്പോൾ യേശു നാമത്തിൽ തന്നെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനായി പാടും
Lord Jesus.